ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പോൾ ഇവിടെ നമ്മുടെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ. ഒന്നാമത്തെ കാര്യം, ഇത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷ MLA-മാർക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ രാജി ആവശ്യപ്പെടുകയും, എന്നാൽ ഈ കാര്യങ്ങളിൽ ഒരു മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാതിരിക്കുകയും ചെയ്യുന്നത് രണ്ട് കക്ഷികളും മാറി മാറി ഭരണ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേരളം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരം വാദങ്ങൾക്കും ഒന്നും ഒരു പ്രസക്തിയും കഴമ്പുമില്ല, അങ്ങനെയാണ് നമ്മുടെ മുൻകാല അനുഭവങ്ങൾ എന്നാണ്. അതിന് മറുപടി പറയേണ്ടത് പ്രതിപക്ഷമാണ്. രണ്ടാമത്തെ കാര്യം, തബി സാർ ഇവിടെ പറഞ്ഞാണ്, അതായത് ഇതൊരു കീഴ്വഴക്കമില്ല കേരളത്തിൽ ഇതിനു മുൻപ്. ഇത്തരം ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് MLA സ്ഥാനം രാജിവെക്കുന്ന ഒരു കീഴ്വഴക്കം കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് മാറി നിൽക്കണം എന്ന ആവശ്യം ന്യായവും മറ്റേത് രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്ന് കാണേണ്ടി വരില്ലേ? അല്ല, ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഒരു സ്ഥാനത്ത് നിന്ന്, ഒരു അധികാര സ്ഥാനത്ത് നിന്ന് ഒരാൾ രാജിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് അവരുടെ ധാർമ്മികതയാണ്. ആ ധാർമ്മികത കാണിച്ച നിരവധി ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ ഭരണത്തിലിരുന്നിരുന്നു, മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. നിരവധി സംഭവങ്ങൾ, പഴയകാല സംഭവങ്ങളുണ്ട്. PT ചാക്കോയെ പോലെയുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. ഇപ്പോൾ കഴിഞ്ഞ UDF-ൻ്റെ മന്ത്രിസഭയിൽ ശ്രീമാൻ ഗണേഷ് കുമാർ UDF-ൻ്റെ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോഴാണല്ലോ രാജിവെച്ച് പുറത്തു പോയത്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ രാജിവെക്കണോ വേണ്ടി, ഇത് നോക്കൂ, ഇതിപ്പോൾ ഇതിന് മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കേസല്ല ഇത്. ഇതൊരു സീരീസ് ഓഫ് ഒഫൻസസ്. ഒരു തൊഴിലിടവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് അവിടെ ജോലി ചെയ്യണമെങ്കിലല്ല, അവിടെ അവർക്ക് ജോലി കിട്ടണമെങ്കിൽ പോലും പലർക്കും വഴങ്ങി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു മേഖല മുഴുവൻ നമ്മളുടെയൊക്കെ ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റായി കണ്ടിരുന്ന, നമ്മളൊക്കെ ഏറ്റവും അധികം ആസ്വദിച്ചിരുന്ന സിനിമാ മേഖല. ആ സിനിമാ മേഖലയിലെ എല്ലാവരും കുറ്റക്കാരാണെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ആ സിനിമാ മേഖലയെ തച്ചുടയ്ക്കുവാൻ, അവിടെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ ആളുകളുണ്ട് എന്ന് വളരെ കൃത്യമായി സർക്കാരിന് തെളിവ് ലഭിച്ചു. അത്തരം തെളിവ് ലഭിച്ചിട്ട് സർക്കാർ മിണ്ടാതിരുന്നു എന്നുള്ളതാണ് കുറ്റം. താങ്കൾ ചോദിച്ച പോലെ മുകേഷ് രാജിവെക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ കൊല്ലം പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ MLA ആയിരിക്കുന്ന മുകേഷ്, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണം ചിലപ്പോൾ ശരിയാവാം, തെറ്റാവാം. അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ബാക്കിയുള്ള തെളിവുകൾ വരണം, കോടതിയിൽ അത് തെളിയിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരം ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, വളരെ കൃത്യമായി അത് പറയുവാൻ തയ്യാറായിരിക്കുന്നു. ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇരകളായിട്ടുള്ളവർ അത് തുറന്നു പറയുവാൻ തയ്യാറായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ കൊല്ലത്ത് ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരു MLA-യുടെ അടുത്ത് എങ്ങനെയാണ് സാധാരണക്കാരായ സ്ത്രീകൾ, ഇവരൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾ, സാധാരണക്കാരായ ഒരു സ്ത്രീ ചെന്നിട്ട് ഒരാവശ്യം എങ്ങനെ പറയും എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ ആരോപണം പറഞ്ഞിട്ടുള്ള സ്ത്രീ അവർ പറഞ്ഞിരിക്കുന്ന എന്താണ്, അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അമ്പടി കള്ളി, അമ്മയിൽ ഞാനറിയാതെ നീ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നത് മാത്രമല്ല, ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നെങ്കിൽ പോലും ഇവരുടെയൊക്കെ അനുവാദവും ഇവർക്കൊക്കെ കീഴ്വഴങ്ങിയും ഇരിക്കണം എന്ന് വളരെ പച്ചയ്ക്ക്, വളരെ കൃത്യമായി, വളരെ വിശ്വസനീയമായ രീതിയിൽ പറയുന്ന ആരോപണങ്ങളാണുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെയും പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഭരണ കക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു MLA ആണ് മുകേഷ്. അദ്ദേഹത്തിന് നമ്മൾ എന്തുകൊണ്ടാണ് അവിശ്വസിക്കുന്നത്, ഈ ഗവൺമെൻറ്റിനെ എന്തുകൊണ്ടാണ് സാധാരണ സ്ത്രീകൾ അവിശ്വസിക്കുന്നത് എന്നുള്ളതിന് നിരവധി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുൻപുണ്ടായ കേസുകൾക്കൊക്കെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ കോഴിക്കോട് നടന്നു. കോഴിക്കോട് ഒരു നേഴ്സ്, ഒരു പെൺകുട്ടിയെ ഇതേപോലെ തന്നെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അതിനെതിരെ സാക്ഷി പറഞ്ഞ ആ നേഴ്സിന് എന്താണ് സംഭവിച്ചത്? അവരെ ട്രാൻസ്ഫർ ചെയ്തു. നേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്തു. അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതെ അവർ അവസാനം
സമരം നടത്തേണ്ട സാഹചര്യം വന്നു. വാളയാർ ഒരു ഡിവൈഎഫ്ഐക്കാരനായ വ്യക്തിയാണ് പ്രതിപട്ടികയിൽ വന്നപ്പോൾ പോക്സോ കേസിൽ ആ ഡിവൈഎഫ്ഐക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് ഉൾപ്പെടെ ഭരണകൂടം ഉൾപ്പെടെ അതിന് അനുകൂലമായിട്ട് നിന്നു. പി ശശിയെ പോലെയുള്ളവർ, ശശിയെ പോലെയുള്ളവർ, ഗോപി കോട്ടമുറിക്കലിനെ പോലെയുള്ളവർ, ഇവരൊക്കെ ആ സമയത്ത് മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ അവരെയൊക്കെ ഏതൊക്കെ സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രശ്നം, ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്നത് ഇപ്പോൾ CPM-നകത്ത് മാത്രമല്ല, ഞാൻ പറയണ്ടല്ലോ, താങ്കൾക്കും അറിയാം, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കാലാകാലങ്ങളിൽ അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് ഉള്ളതുമാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്കോ മാത്രം ഉള്ളതോ അതിൽ മാത്രം തെളിഞ്ഞു നിന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത്തരം ആരോപണങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. കേരളം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തിട്ടുണ്ട്. മന്ത്രിസ്ഥാനം തെറിച്ചു പോയിട്ടുണ്ട്. വലിയ വിവാദം, കൊടുങ്കാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ പ്രശ്നം, മുകേഷിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ മുകേഷിന് തുടരാൻ അധികാരമില്ല എന്ന് പ്രതിപക്ഷം ഒരു പ്രശ്നമായി അവതരിപ്പിക്കുമ്പോൾ അതേ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട MLA-മാരും സോളാർ വിവാദക്കാലത്ത് ഇതേപോലെ തന്നെ ഗുരുതരമായ ലൈംഗിക അധിക്ഷേപങ്ങളും ഇതുപോലെ അവസരങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ ഉപയോഗപ്പെടുത്തി എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ഈ ആരോപണങ്ങൾ നേരിട്ട ആളുകളും MP-മാരായി പോലും തുടരുന്നുണ്ട് എന്നാണ് MA ബേബി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ പ്രതികരിച്ചത്. അപ്പോൾ ധാർമ്മികതയാണ് പ്രശ്നമെങ്കിൽ ആ ധാർമ്മികത പ്രതിപക്ഷത്തിന് കൂടി ബാധകമായ ഒന്നായി കണക്കാക്കണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. പറയട്ടെ, അത് ഞാൻ പറഞ്ഞല്ലോ, ധാർമ്മികത ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ധാർമ്മികത തീരുമാനിക്കേണ്ടത് അവരവരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനോടൊപ്പം തന്നെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഒരു സർക്കാരിൻ്റെ അധികാരം മുഴുവൻ അത് മുഴുവനായിട്ട് ഈ വേട്ടക്കാർക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് എല്ലാ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, മുകേഷിനെ എന്തിനാണ് ഈ നയരൂപീകരണ കമ്മിറ്റിയിൽ ഇപ്പോഴും വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിൽ നിന്നെങ്കിലും മാറ്റാനുള്ള ഒരു തീരുമാനം ഈ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എടുക്കാൻ കഴിയാത്തത്? ഇവർ പറയുന്ന സ്ത്രീ സുരക്ഷയും സ്ത്രീ ശാക്തീകരണവും ഇവർ സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഈ സ്ത്രീകളെ സംരക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നയരൂപീകരണം ഈ സിനിമാ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ നിന്ന് പോലും മുകേഷിനെ മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്താൻ തയ്യാറാകാത്ത ഒരു ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവരുടെ എല്ലാ തരത്തിലുള്ള അധികാരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയും ഈ മുകേഷിന് ലഭിക്കുമെന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ ലഭിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള പ്രതിപക്ഷ MLA-മാരുടെ കാര്യമാണ് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് കേസ് വന്നപ്പോഴൊക്കെ ഇമ്മീഡിയറ്റ് കേസെടുത്തു. ഉമ്മൻചാണ്ടിയെ ഏത് രീതിയിലാണ് വേട്ടയാടിയത്? എത്ര തരം അന്വേഷണങ്ങളാണ് നടന്നത്? ഓരോ അന്വേഷണം കഴിയുമ്പോഴും ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കാണുമ്പോൾ അടുത്ത അന്വേഷണം അടുത്ത ഏജൻസിയെ കൊണ്ട് അടുത്ത ആളിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. അങ്ങനെ എത്ര തരത്തിലുള്ള അന്വേഷണങ്ങൾ കഴിഞ്ഞു. ആ സമയത്തൊക്കെ പ്രതിപക്ഷത്തായിരിക്കുന്ന ഈ പറയുന്ന നിങ്ങളിപ്പോൾ ചോദിച്ച പോലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ MLA-മാർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ കേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴൊക്കെ അവർക്കെതിരെ കേസ് FIR ഇട്ടു. ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മുകേഷിനില്ല. മുകേഷിനെതിരെ എന്തുകൊണ്ടാണ് FIR ഇടാൻ ഇത്രയധികം വൈകിയത്? ഇപ്പോഴും എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്, അറസ്റ്റ് വൈകിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഇങ്ങനെയാണോ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച്? ഇവിടെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അതിൻ്റെ നിയമവശങ്ങൾ മാത്രം പറഞ്ഞ് അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ, അതിൻ്റെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എടുക്കുന്ന നയത്തെക്കുറിച്ച് അദ്ദേഹം പറയാൻ തയ്യാറാകുന്നില്ല. അതിലേക്ക് വരണം. താങ്കൾ പറയേണ്ടത്, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ പീഡന കേസിൽ ഇന്ന് രാജ്യത്ത് നിൽക്കുന്ന നിയമം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു MLA ഒരു കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ആരോപണ വിധേയനായാൽ അദ്ദേഹത്തെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം വെറുതെ അങ്ങനെ അഴിച്ചുവിടാം എന്നുള്ളതാണോ? എന്നിട്ട് അദ്ദേഹത്തെ ഒരു നയരൂപീകരണ കമ്മിറ്റിയിൽ കൊണ്ടിരുത്താം എന്നുള്ളതാണോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും അവരുടെ തന്നെ പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായിട്ടുള്ള സ്ത്രീകൾ പോലും പറയുന്നു മാറ്റി നിർത്തണമെന്ന് പറയുമ്പോഴും ഈ ഗവൺമെൻറ്റിന് മാറ്റി നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇപ്പോൾ സജി ചെറിയാൻ എന്താണ് സംസാരിക്കാത്തത്? സാംസ്കാരിക വകുപ്പ് മന്ത്രി കഴിഞ്ഞ 2 ദിവസമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല. അദ്ദേഹം ആദ്യ ദിവസങ്ങളിലൊക്കെ ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തു പറഞ്ഞു. KB ഗണേഷ് കുമാർ, ഞാൻ ചോദിച്ചോട്ടെ, KB ഗണേഷ് കുമാർ അദ്ദേഹം സംസാരിക്കട്ടെ. ഞാൻ ഒറ്റ കാര്യം കൂടി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞോളൂ.
പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ആത്മ എന്ന സംഘടനയുടെ പ്രസിഡന്റായ ഈ സോക്കോൾഡ് മന്ത്രിയെ പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ അന്വേഷണം അദ്ദേഹത്തിലേക്ക് നീളാത്തത്? അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കില്ല. ഇവരിപ്പോഴും ഹേമ കമ്മിറ്റിയിൽ പറയുന്ന ഒരാരോപണത്തെക്കുറിച്ചും അന്വേഷിക്കുന്നില്ല. അതിനിയും കോടതി ഇനിഷ്യേറ്റീവ് എടുത്ത് കോടതി അത്തരത്തിലൊരു അന്വേഷണത്തിന് പറഞ്ഞാൽ മാത്രം അന്വേഷിക്കട്ടെ എന്നുള്ള പറയുന്ന സർക്കാരാണിത്. ഈ സർക്കാരിനെ എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകൾ വിശ്വസിക്കുക? ഇത്തരത്തിലുള്ള ഒരു സർക്കാർ ആയതുകൊണ്ടാണ് മുകേഷിനെ പോലെയുള്ള ഒരു ജനപ്രതിനിധിയെ സംരക്ഷിക്കും. ഇനിയിപ്പോൾ GP എന്തൊക്കെയാണ് ഇന്നലെ കോടതിയിൽ പറഞ്ഞത് എന്നുള്ളത് അന്വേഷിക്കണം. അതിലേക്ക് ഞാൻ കടന്നില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. സംരക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്.